നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫാത്തിമ ബീഗം. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് MCQ ഡിസ്കഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 2-ലെ ടോപ്പിക്ക് HPLC ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം HPLCയുടെ ബേസിക് തിയറി നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം MCQs ആൻസർ ചെയ്യാം. എന്താണ് HPLC? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി അല്ലെങ്കിൽ ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ഒരു ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്കാണ്. സെപ്പറേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും എന്തിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും ഒരു കോംപ്ലക്സ് മിക്സ്ചറിലുള്ള കോമ്പണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് HPLC എന്ന് പറയുന്നത്. ഇവിടെ പ്രഷറൈസ്ഡ് ലിക്വിഡ് സോൾവെൻറ്റ് ഒരു പമ്പിലൂടെ നമ്മൾ അഡ്സോർബൻറ്റ് മെറ്റീരിയലുള്ള സ്റ്റേഷനറി ഫേസ് കണ്ടെയ്നിങ് കോളത്തിൽ പാസ് ചെയ്യിപ്പിക്കും. അപ്പോൾ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്, ബട്ട് ഇറ്റ് ഇസ് എ പ്രഷറൈസ്ഡ് ലിക്വിഡ് സോൾവെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് സാമ്പിൾ ഉണ്ടാവും നമ്മുടെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഇസ് പാസ് ത്രൂ എ സ്റ്റേഷനറി ഫേസ് that is taken in a column which contain a adsorbent material. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെൻറ്റേഷനിൽ HPLCയിൽ ഒരു ഗ്യാസർ ഉണ്ട്, ഒരു സാമ്പിളർ ഉണ്ട്, പമ്പ്സ് ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. സാമ്പിളർ brings the sample mixture into the mobile phase stream and which is carried to the column. പമ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡെലിവർ എ ഡിസൈഡ് ഫ്ലോ ആൻഡ് കമ്പോസിഷൻ ഓഫ് മൊബൈൽ ഫേസ് ത്രൂ ദ കോളം. ഡിറ്റക്ടർ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും വിച്ച് ഇസ് പ്രപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് സാമ്പിൾ കോമ്പൗണ്ട് എമേർജിങ് ഫ്രം ദ കോളം. ഒരു എമൗണ്ട് ഓഫ് ദ സാമ്പിൾ കമ്പണൻറ്റ് എമേർജിങ് ഫ്രം ദ കോളം. അതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് സാമ്പിൾ കോമ്പണൻസ്. ദെൻ ഡേറ്റ അനാലിസിസിനായിട്ട് ഒരു ഡിജിറ്റൽ മൈക്രോ പ്രോസസ്സറും ഒരു യൂസർ സോഫ്റ്റ്വെയർ കൺട്രോളും HPLC ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാവും. എന്താണ് ഈ HPLC സാധാരണ ട്രഡീഷണൽ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ആയിട്ടുള്ള വ്യത്യാസം? നമുക്കറിയാം ട്രഡീഷണൽ ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ റിലേസ് ഓൺ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ് ടു പാസ് ദ മൊബൈൽ ഫേസ് ത്രൂ ദ കോളം. But in HPLC here, operational pressure, a higher operational pressure of about 50 to 350 bar is used. അതുമാത്രമല്ല ഇവിടുത്തെ കോളം ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 2.1 to 4.6 മില്ലിമീറ്റർ ഡയമീറ്ററും 30 to 250 മില്ലിമീറ്റർ ലെങ്തുമാണ്. ആൻഡ് ഓൾസോ adsorbent material എന്ന് പറയുന്നത് it has very small adsorbent particles of about 2 to 15 microns average particle size ഉള്ള adsorbent materials ആണുള്ളത്. and the resolving power is high HPLC when compared to that of liquid chromatography. എന്താണ് resolving power? Ability to distinguish between components when separating mixture. അതിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. HPLCയുടെ റിസോൾവിംഗ് പവർ ഹൈ ആണ്. ഇനി സാധാരണ നമ്മൾ മൊബൈൽ ഫേസിൽ യൂസ് ചെയ്യുന്ന സോൾവൻസ് ഏതൊക്കെയാണ്? നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കോംപ്ലക്സ് മിക്സ്ചർ നമ്മളതൊരു മൊബൈൽ ഫേസിലാണ് സ്ട്രീമിലൊക്കെ കടത്തി വിടുകയാണ്, മിക്സ് ചെയ്തിട്ടാണ് സ്റ്റേഷനറി ഫേസിലൂടെ കടത്തി വിടുന്നതെന്ന് പറഞ്ഞത്. സ്റ്റേഷനറി ഫേസിൽ അഡ്സോർബൻറ്റ് മെറ്റീരിയലിലൂടെ കടത്തി വിടുന്നത്. സോ സോൾവൻസ് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിസിബിൾ കോമ്പിനേഷൻ ഓഫ് വാട്ടർ വിത്ത് ഓർഗാനിക് സോൾവൻസും യൂസ് ചെയ്യും, വാട്ടർ ഫ്രീ മൊബൈൽ ഫേസസും യൂസ് ചെയ്യും. ഓർഗാനിക് സോൾവൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അസറ്റോനൈട്രൈൽ, മെത്തനോളൊക്കെയാണ്. ഇനി കോമ്പോസിഷൻ ഓഫ് ദ മൊബൈൽ ഫേസ് ഇഫ് ഇറ്റ് ഇസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ദെൻ അതിനെ പറയുന്ന പേരാണ് ഐസോക്രാറ്റിക് എലൂഷൻ മോഡ്. ഇഫ് ദ കോമ്പോസിഷൻ ഓഫ് മൊബൈൽ ഫേസ് ഇസ് വേരിഡ് ദെൻ ഇറ്റ് ഇസ് നോൺ ആസ് ഗ്രേഡിയൻറ്റ് എലൂഷൻ മോഡ്. ഇതാണ് ഒരു ബേസിക് HPLCയുടെ തിയറി എന്ന് പറയുന്നത്. കൂടുതൽ തിയറിയും കൂടുതൽ ഡിസ്കഷൻസും നമുക്ക് MCQ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് MCQs സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following is not true about high pressure liquid chromatography, that is HPLC? Option A, it requires high pressure for the separation of the species. Option B, there is no need to vaporize the samples. Option C, it is performed in columns. Option D, it has high sensitivity. ഏതാണ് ഇതിൽ ട്രൂ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. HPLCയുടെ പ്രോപ്പർട്ടീസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ദർ ഇസ് നോ നീഡ് ടു വേപ്പറൈസ് ദ സാമ്പിൾസ്. In HPLC, the samples need to be vaporized. And also it has high sensitivity, then it requires high pressure for the separation of the species. So question number 1 in the answer ആണ് option B. There is no need to vaporize the samples. Samples vaporize ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ HPLCയിലെ samples need to be vaporized. Question number 2.
high pressure liquid chromatography can be performed only in columns. Option A true, option B false. The correct answer is option A. HPLC can only performed in columns because application of high pressure in the open bed will not be effective. Second question answer is option A. Question number 3. Which of the following is not an advantage of syringe tape pumps used in high pressure liquid chromatography? Option A, independent of viscosity. Option B, pulseless free. Option C, high pressure capability. Option D, unlimited solvent capacity. തന്നിരിക്കുന്നതിൽ ഏതാണ് സിറിഞ്ച് ടൈപ്പ് പമ്പ്സിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി, unlimited solvent capacity. The limitation of syringe tape pump is that it has limited solvent capacity and also it is inconvenient when solvents are to be changed. ബാക്കി ഓപ്ഷനിലെ എയും ബിയും സിയും അഡ്വാൻറ്റേജ് ആണ് സിറിഞ്ച് ടേപ്പ് പമ്പ്സിൻ്റെ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്, പൾസ്ലെസ് ഫ്ലോ ആണ്, ഹൈ പ്രഷർ കേപ്പബിലിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് യൂസ്ഡ് ഇൻ HPLC കൂടി അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ടൈപ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇവിടെ മൊബൈൽ ഫേസസ് പുഷ്ഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ആക്ഷൻ ഓഫ് പിസ്റ്റൺ ആക്ഷൻ പ്രസൻറ്റ് അബോവ് എ സിലിണ്ടർ ചേമ്പർ. It has so much advantage, that is constant flow rate ഉണ്ടാവും, less space occupancy, excellent pressure generation, and it is useful for both isocratic and gradient runs. Second type of pumps ആണ് pneumatic pumps. One of the simplest pump ആണ്, and here gas is used to pressure the mobile phase that is present in a collapsible solvent container, and it is also cost effective. Third type ആണ് syringe tape HPLC pump. It consists of a cylinder that holds the mobile phase, which is expelled by a piston. The pressure capability is high, about 78,000 psi of pressure, and maintenance is infrequent. So third question answer ആണ് option D, unlimited solvent capacity. Question number 4. Which of the following is not true about solvent programming, which is done in high performance liquid chromatography? Option A, it provides unequal bandwidth. Option B, it provides fast overall separation. Option C, it provides maximum resolution. Option D, it provides maximum sensitivity. തന്നിരിക്കുന്നതിൽ ഏതാണ് സോൾവെൻറ്റ് പ്രോഗ്രാമിങ്ങിന് ആപ്ലിക്കബിൾ അല്ലാത്ത, അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് സോൾവെൻറ്റ് പ്രോഗ്രാമിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് പ്രൊവൈഡ്സ് അൺഈക്വൽ ബാൻഡ് വിത്ത്. അത് തെറ്റാണ്. സോൾവെൻറ്റ് പ്രോഗ്രാമിംഗ് വഴി നമുക്ക് ഈക്വൽ ബാൻഡ് വിത്ത് ആണ് ലഭിക്കുന്നത്. എന്താണ് സോൾവെൻറ്റ് പ്രോഗ്രാമിംഗ്? സോൾവെൻറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് വൈസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചേഞ്ച് ഓഫ് മൊബൈൽ ഫേസ് ആണ്, മൊബൈൽ ഫേസ് കോമ്പസിഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് യൂസ് ടു സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്പീഡ് അപ്പ് ദ സെപ്പറേഷൻസിനാണ് നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്. It provides fast overall separation, then it provides maximum resolution and provides maximum sensitivity. And also it provides equal bandwidth. Fourth question, the answer on option A. Question number 5. Which of the following pulse damper takes up some amount of the pulsation energy which is released to provide smooth pressure without pulsations? തന്നിരിക്കുന്നതിൽ ഏത് പൾസ് ഡാമ്പറാണ് പൾസേഷൻ എനർജി, സം എമൗണ്ട് ഓഫ് പൾസേഷൻ എനർജി ടേക്കപ്പ് ചെയ്തിട്ട് സ്മൂത്ത് പ്രഷർ പൾസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഫ്ലെക്സിബിൾ ബെല്ലോസ് ഓർ കംപ്രസിബിൾ ഗ്യാസ് പാസ് ത്രൂ ദ കോളം. ഓപ്ഷൻ ബി, ഫ്ലെക്സിബിൾ ഇനേർട്ട് ഡയഫ്രം. ഓപ്ഷൻ സി, ഇലക്ട്രോണിക് പൾസ് ഡാമ്പർ. ഓപ്ഷൻ ഡി, ഇലക്ട്രിക്കൽ പൾസ് ഡാമ്പർ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ. ഫ്ലെക്സിബിൾ ബെല്ലോസ് ഓർ കംപ്രസിബിൾ ഗ്യാസ് പാസ് ത്രൂ ദ കോളംസ് ടേക്ക് സം ഓഫ് ദ പൾസ് എനർജി which is released to provide smooth pressure without pulsations. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബെല്ലോസ് ഓർ കംപ്രസിബിൾ ഗ്യാസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻ പർപ്പസ് ഇസ് ടു അവോയ്ഡ് പൾസസ്. പൾസ് കുറഞ്ഞിരുന്നാൽ റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. അങ്ങനെ റെസൊല്യൂഷൻ അല്ലെ എഫിക്കസി എൻഹാൻസ് ചെയ്യാനായിട്ട് പൾസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പൾസ് ഡാമ്പേഴ്സ് എന്ന് പറയുന്നത്. Pulse dampers consist of a stainless steel cylinder housing structure having threaded end caps to which inlet and outlet fittings are attached for coupling to a high pressure liquid flow line. So, fifth question, the correct answer is option A. Question number 6. Which of the following is not a characteristic of the syringe pump used in high pressure liquid chromatography?
Option A, pressure capability is high. B, maintenance is frequent. C, limited reservoir capability. D, slight change of flow rate when extremely high pressure compress the solvent. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസറാണ് ഓപ്ഷൻ ബി, മെയിൻ്റനൻസ് ഈസ് ഫ്രീക്വൻറ്റ്. അത് തെറ്റാണ്. മെയിൻ്റനൻസ് ഈസ് ഇൻഫ്രീക്വൻറ്റ് ഇൻ കേസ് ഓഫ് സിറിഞ്ച് പമ്പ്. Question number 7. Syringe pumps used in high pressure liquid chromatography are more suitable for which of the following columns? A, capillary column. B, guard columns. C, short fast columns. D, small bore columns. The correct answer is option D, small bore columns. It is more suitable. Syringe pumps are more suitable for small bore columns, and syringe pumps are the most commonly used piston type pumps. So, different types of columns ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. Capillary columns എന്ന് പറഞ്ഞാൽ എന്താണ്? It is a thin fused silica glass tube ആണ്, lined with a liquid phase or adsorbent material or having a chemical bonding layer. Then, guard columns എന്താണ്? It is a protective column installed between the injector and analytical column. It serves to remove the impurities and suspended solids from reaching the analytical column. സോ അനലിറ്റിക്കൽ കോളത്തിൽ എത്തുന്ന സാമ്പിളിനെ പ്യൂരിഫൈ ചെയ്യുക, അതിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഗാർഡ് കോളത്തിനുള്ളത്. ടിപ്പിക്കലി ലെങ്ത് ഇസ് ഓഫ് എബൌട്ട് 2 സെൻറ്റിമീറ്റർ ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 4.6 millimeters ഒക്കെയാണ്. ഷോർട്ട് ഫാസ്റ്റ് കോളംസ് എന്താണ്? ഓപ്ഷൻ സിയിലെ In order to carry out fast separation, short columns packed with small average particle size of 2 microns and ultra pressure is used. അതിനാണ് ഷോർട്ട് ഫാസ്റ്റ് കോളംസ് എന്ന് പറയുന്നത്. സ്മോൾ ബോർ കോളംസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് യു ഗെറ്റ് ഹൈ റെസൊല്യൂഷൻ ആൻഡ് എഫിക്കസി മോർ ആണ്. ഇറ്റ് ഈസ് ഓഫ് ലോ ഡയമീറ്റർ ആണ്. ദെൻ ദ മാസ് സെൻസിറ്റിവിറ്റി ആൻഡ് മാക്സിമം സോൾവെൻറ്റ് എക്കണോമി ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സ്മോൾ ബോർ കോളംസ്. 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ഡി. Question number 8. Gravity feed method for solid delivery is not used with narrow bore columns packed with fine mesh. Option A, true. Option B, false. Narrow bore column with fine meshil solvent delivery ചെയ്യാനായിട്ട് gravity feed method യൂസ് ചെയ്യാറില്ല. എന്താണ് correct answer? The correct answer is true because they cannot deliver solvent at high pressure. Question number 9. Which of the following cannot be done to reduce ripple in high pressure liquid chromatography? A, using bellows. B, using restrictors. C, using long nylon tube between pump and column. D, avoiding the use of the solvent pump. തന്നിരിക്കുന്നതിൽ ഏതാണ് റിപ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ചോദിക്കുന്നത്. റിപ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ cannot be done to reduce the ripples എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് റിപ്പിൾസ്? റിപ്പിൾസ് ആർ ഓഫൻ യൂസ് ടു ഡിസ്ക്രൈബ് ദ പമ്പ്സ് പ്രഷർ ഔട്ട്പുട്ട് ഓവർ ടൈം റിലേറ്റീവ് ടു ബേസ് ലൈൻ സ്റ്റേബിൾ ഐസോക്രാറ്റിക് ഫ്ലോ വിത്ത് ലെസ് ദാൻ 0.2% റിപ്പിളാണ് ഹൈ ക്വാളിറ്റി HPLC അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി റെസൊല്യൂഷൻ എഫിക്കസി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ solvent pumps have to be used to reduce the pulse in the solvent flow. When there is a pulse flow, the efficacy of the column decreases. So question number 9 correct answer ആണ് avoid the use of the solvent pump. Solvent pump യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പൾസ് ഉണ്ടാവും. പൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ദ കോളം ഡിക്രീസ് ചെയ്യും. സോ പൾസ് ഫ്രീ ആക്കാനാണ് സോൾവെൻറ്റ് പമ്പ്സ് യൂസ് ചെയ്യുന്നത്. Question number 10. Which of the following is not true about hydraulic capacitance flow control system used in HPLC? Option A, it can be used only for liquids with low viscosity. Option B, it is irrespective of solvent compressibility. Option C, it maintains a constant flow. Option D, it smoothens high pressure pump pulsations. Question number 10 the correct answer ആണ് option A. It is used in HPLC irrespective of solvent viscosity. It is also irrespective of solvent compressibility. സോ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 2 ഡിസ്കഷൻസ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ വലിയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.